Welcome back to our channel. മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രൊജസ്ട്രോൺ എന്താണ്, IVF സൈക്കിളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ എന്താണെന്നും എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ആകുന്നതെന്നും IVFൽ പ്രൊജസ്ട്രോൺ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നും അതുപോലെ തന്നെ ഏതൊക്കെ ഫോമിലാണ് പ്രൊജസ്ട്രോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും എത്രാമത്തെ മാസം വരെയാണ് പ്രൊജസ്ട്രോൺ ആവശ്യം ഉള്ളതെന്നുമാണ്. അപ്പോൾ ഈ വക ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ കണ്ടിന്യൂ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് എങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ മാത്രം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ എന്തായാലും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം വാട്സപ്പിലൂടെ ചോദിക്കുക. പ്രൊജസ്ട്രോൺ ഓവുലേഷൻ നടക്കുന്ന സമയത്ത്, അതായത് അണ്ടം ഫോളിക്കിൾസിന്റെ പുറത്ത് വരുമ്പോൾ യൂട്രസിന്റെ ലൈനിങ്ങിനെ പ്രിപ്പയർ ചെയ്യും. അണ്ടം ഫെർട്ടിലൈസ് ആകുവാണെങ്കിൽ, അതായത് സ്പേമുമായിട്ട് യുണൈറ്റ് ആകുവാണെങ്കിൽ എംബ്രിയോ യൂട്രസിലെത്തുമ്പോൾ എൻഡോമെട്രിയൽ ലൈനിങ് അതിന് വേണ്ടിയിട്ട് റിസപ്റ്റീവ് ആകണം. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ അതിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യും. ഒരു പക്ഷേ അണ്ടം ഫെർട്ടിലൈസ് ആയി എംബ്രിയോ ഫോം ആയിട്ട് യൂട്രസിൽ പറ്റിപ്പിടിച്ച്, അതായത് ഇംപ്ലാന്റ് ആയിട്ടുണ്ടെങ്കിൽ ഓവറീസിൽ നിന്ന് പ്രൊജസ്ട്രോൺ 8 ആഴ്ച വരെ ഉണ്ടാക്കും. 8 ആഴ്ചയ്ക്ക് ശേഷം ഫീറ്റസ് ഡെവലപ്പ് ആയിക്കഴിഞ്ഞാൽ ഫീറ്റസിൻ്റെ പ്ലാസൻ്റ തനിയെ പ്രൊജസ്ട്രോൺ ഹോർമോൺ റിലീസാക്കും. അപ്പോൾ IVFൽ പ്രൊജസ്ട്രോണിൻ്റെ ആവശ്യം എന്താണ്? IVFലുള്ള ഇഞ്ചെക്ഷൻസ്, മെഡിസിൻസ് എല്ലാം അണ്ടത്തിൻ്റെ പ്രീമച്ചർ ഓവുലേഷനിൽ നിന്ന് രക്ഷിക്കും. ഓവറീസിലുള്ള എക്സിൻ്റെ പ്രീമച്ചർ ഓവുലേഷൻ നടക്കില്ല. അപ്പോൾ പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ ഓവറീസിൽ നിന്ന് പ്രൊജസ്ട്രോൺ ഉണ്ടാവുന്നത് കുറയും. അപ്പോൾ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ സപ്പോർട്ട് കൊടുക്കേണ്ടത്, അതായത് ലൂട്ടിയൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. IVF സൈക്കിൾസിൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഉള്ള മെഡിസിൻസിൽ പ്രൊജസ്ട്രോൺ എന്തായാലും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഒന്നുകിൽ അത് ജെൽ ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് ഫോമിലായിരിക്കും, ടാബ്ലറ്റ് ഫോമിലായിരിക്കും, സപ്പോസിറ്ററീസിൻ്റെ ഫോമിലായിരിക്കും ഒക്കെ പ്രൊജസ്ട്രോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മെഡിസിൻസ് IVF പ്രഗ്നൻസിയിൽ കൂടുതലും ആളുകളിൽ ആദ്യത്തെ 3 മാസം കൊടുക്കാറുണ്ട്. പിന്നെ പതുക്കെ അതിൻ്റെ ഡോസ് കുറയ്ക്കാറുണ്ട്. ഒരു 5 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിർത്താറുമുണ്ട്. ഈ മെഡിസിൻസ് വളരെ അത്യാവശ്യമാണ്. കാരണം ബോഡിയിൽ സ്വന്തമായിട്ട് പ്രൊജസ്ട്രോൺ ഫോം ആകുന്നത് വരെ ഗർഭാശയത്തിലുള്ള പ്രഗ്നൻസി സേഫ് ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രൊജസ്ട്രോൺ എല്ലാ ഫോമിലും വളരെ സേഫാണ്. പ്രൊജസ്ട്രോൺ നമ്മുടെ പ്രഗ്നൻസിയെ സേഫ് ആക്കും. ചില കേസസിൽ പ്രൊജസ്ട്രോൺ 3 തൊട്ട് 5 മാസം വരെ കൊടുക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ പ്രഗ്നൻസിയിൽ എത്രമാത്രം കോംപ്ലിക്കേഷൻ ഉണ്ടെന്നനുസരിച്ചാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ IVF പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് നിങ്ങൾ എങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് തന്നിട്ടുണ്ടാകും. അത് ഒന്നുകിൽ ജെൽ ഫോമിലായിരിക്കും, ഇഞ്ചെക്ഷൻ ഫോമിലായിരിക്കും, ടാബ്ലറ്റ് ഫോമിലായിരിക്കും, സപ്പോസിറ്ററീസിന്റെ ഫോമിലായിരിക്കും. അപ്പോൾ ഏത് ഫോമിലായാലും നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് തന്നിട്ടുള്ളത് അത് ആ ഫോമിൽ തന്നെ കറക്റ്റ് ഡോസിൽ കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ പ്രഗ്നൻസി ഈ ഒരു മെഡിസിനിൽ കറക്റ്റായിട്ട് ഡിപ്പെൻഡ് ആകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെഡിസിൻ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ കമൻസിനുള്ള റിപ്ലൈ എന്തായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ പേഴ്സണലായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അതൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ വാട്സപ്പ് നമ്പർ ആവശ്യമുള്ളവർ മാത്രം, പേഴ്സണലി എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുള്ളവർ മാത്രം നമ്മുടെ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുക. അവിടെയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. വേറെ ഒരു കാര്യം കൂടി ഷെയർ ചെയ്തോട്ടെ. ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാനായിട്ട്. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം. കാരണം ഒരേപോലെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് അതൊരു ആശ്വാസമാകുമെങ്കിൽ തീർച്ചയായിട്ടും ഞാനും അത് ആഗ്രഹിക്കുന്നു. അപ്പം നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉടനെ തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്ന അനേകം പേരുണ്ട്, അവർക്ക് കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലസ് യു ഡിയേഴ്സ്.